പശ്ചിമ ബംഗാളിലെ വിജയത്തിന് ഇരട്ടി മധുരമുണ്ട്. കാരണം പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് പോയ ഒരു മുൻ IAS ഉദ്യോഗസ്ഥനുമായി നിരന്തരമായി ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഫൈറ്റിലാണ്. ഇന്ത്യയിൽ ഇതൊന്നും പതിവുള്ളതായിരുന്നില്ല. ഗവർണർമാർ ചില ഒറ്റപ്പെട്ട ബില്ലുകൾ നിരാകരിക്കുമെങ്കിലും ഇപ്പോൾ സംസ്ഥാനങ്ങളിലൊക്കെയും നമ്മുടെ ഗവർണറുടെ മാതൃകയിലുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് അവിടെ സുഖകരമായി ഒന്നും നടത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നത് സുഖകരമായി നടത്തിക്കൊണ്ടു പോകാൻ സംസ്ഥാനങ്ങളെ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ കണ്ടെത്തിയതാണ് കേരളത്തിൽ നിന്നും സാക്ഷാൽ CV അനന്തബോസിന്. ഇതിനു മുമ്പ് അദ്ദേഹം സോണിയാഗാന്ധിയുടെ ഉപദേശകനോ അങ്ങനെന്തോ ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും അവിടെ ചെന്ന് ആദ്യഘട്ടത്തിൽ വളരെ സ്നേഹമസൃണമായൊക്കെ പെരുമാറിയപ്പോൾ ഡൽഹിക്കൊക്കെ വിളിച്ചു, താക്കീത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കടകം മറിഞ്ഞ് എന്തെല്ലാം തരത്തിൽ സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കാമോ അതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് പാർലമെൻറ്റ് ഇലക്ഷനും ബൈ ഇലക്ഷനും വന്നത്. 400 എത്താതിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ വീര്യത്തിനൊരു കുറവുമില്ലായിരുന്നു. MLA മാർ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിനായി കാത്തിരിക്കുമ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയതൊക്കെ വാർത്ത സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ BJPയുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകളടക്കം മുഴുവൻ തൂത്തുവാരി തൃണമൂൽ കോൺഗ്രസ്. അവരെ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അതിനുചിതമാം വിധം ജോലി ചെയ്യുകയും സേവനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ എല്ലാ കാലത്തേക്കുമുള്ള രാഷ്ട്രീയ അഭയം എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും ഉണ്ടാകുന്നതല്ല. കുറച്ചൊക്കെ നീതിബോധത്തിൻ്റെ തിളക്കം കൂടി അതിന് വേണം. ഏതായാലും സീറ്റുകളെല്ലാം തിരിച്ചുപിടിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗ്രൗണ്ട് ഒരിക്കലും പശ്ചിമ ബംഗാളിൽ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അടുത്ത തിരഞ്ഞെടുപ്പിലും മമതാ ബാനർജി നയിക്കാനുണ്ടെങ്കിൽ മറ്റൊന്നും സംഭവിക്കില്ലെന്നും തെളിയിക്കുന്നതായിരുന്നു ഈ പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഫലം.